നോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അത് അങ്ങനെയൊന്നും ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ജെൻഡർ ഐഡൻറ്റിറ്റി മാറ്റാനോ ഒന്നും പറ്റില്ല. ഈ പലപ്പോഴും ഡിസ്ക്ലോഷർ ലേറ്റ് ആവുന്ന പോലെ ഇപ്പോൾ കാതലിൽ പറയുന്നത് വളരെ കറക്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്ലോഷർ ലേറ്റ് ആവുന്നത് ഇത് കേട്ടാൽ ഇവരെങ്ങനെ കണക്കാക്കും എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ് ലേറ്റ് ഡിസ്ക്ലോഷർ വരുന്നത്. ഡെഫിനറ്റ്ലി ഇപ്പം നമ്മളിപ്പോൾ ഹെട്രോസെക്ഷൽ ആണെങ്കിൽ നമ്മളെ കൺവേർട്ട് ചെയ്ത് ഹോമോസെക്ഷൽ ആക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പോയാൽ നമുക്കുണ്ടാകുന്ന ട്രോമ എന്താണ്? അല്ലാണ്ട് തന്നെ അൺഹാപ്പിനെസ് ബ്രീഡിങ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അവരെ ഫേസ് ചെയ്യുന്നുണ്ട്. ദേ ആർ ഫേസ്ഡ് വിത്ത് ലോട്ട് ഓഫ് ഇഷ്യൂസ് ബിക്കോസ് ഓഫ് ദ ഓറിയൻറ്റേഷൻ പ്രോബ്ലം. അതൊരു മൈനോറിറ്റി ആവുകൊണ്ട്. പേരന്റിങ്ങിന്റെ വേറൊരു സൈഡ്, ഇപ്പം ഈ സെക്ഷൽ ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി കേസസ് ഒക്കെ വരുമ്പോൾ ഈ കൺവേർഷൻ തെറപ്പി അല്ലെങ്കിൽ ഇതൊക്കെ നിന്റെ തോന്നലാണ്, ഒരു നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ അടുത്ത് കൊണ്ടുവന്ന് നിങ്ങൾക്ക് മാറും. അപ്പൊ അങ്ങനത്തെ ഓരോ കേസ് സ്റ്റഡീസ് വരാറുണ്ടോ? അല്ലെങ്കിൽ ആ ഒരു ഫൈനൽ ഡിസിഷൻ എങ്ങനെയാണ് എടുക്കുന്നത്? ഹൗ ഡു യു മേക്ക് ദ പേരന്റ് അണ്ടർസ്റ്റാൻഡ്? ഇതിലിപ്പോൾ ഏറ്റവും പബ്ലിസൈസ്ഡ് ആയിട്ടുള്ള കേസിൽ ഞാനാണ് പേരൻസിനെ പറഞ്ഞു കൊടുത്തത്. ഈ രണ്ടുപേരിപ്പോൾ ടെക്നോ പാർക്കിൽ 2 മെയിൽസ് താമസിക്കുന്ന ഇതിൽ. അപ്പം ഇതിൽ പല സന്ദർഭങ്ങളിലും അത്യാവശ്യം നമ്മൾ ഇതിനോടുള്ളൊരു ബാലൻസ് ഔട്ട്ലുക്ക് ഉള്ള കാരണം there are occasions where parents have been brought by the client so that I explain to them this is just a normal variation of sexuality and allow them to live in the orientation they want എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് കൊണ്ടുവരുന്ന ഇൻസ്റ്റൻസസ് ഇടയ്ക്ക് ഫേസ് ചെയ്യുന്ന ആളാണ് ഞാൻ. മനസ്സിലായില്ലേ? ഇതിൽ ചില പേരൻസ് ആർ അക്സെപ്റ്റിംഗ്, ബട്ട് ലാർജ് മെജോറിറ്റി they don't accept. അത് എനിക്കതിൽ അത്ഭുതമില്ല. ബിക്കോസ് ഇറ്റ്സ് സോ ഹാർഡ് ഫോർ ദം. ഇപ്പോൾ നമ്മൾ എമ്പതൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഈ വിവരം കിട്ടിക്കഴിയുമ്പം they may find it difficult to digest that look their son or daughter is not in the heterosexual line, it is same sex orientation എന്നുള്ളത് അവർക്കങ്ങ് ദഹിക്കാൻ പ്രയാസമുള്ള ഇനീഷ്യൽ റെസ്പോൺസ് ആയിരിക്കണം. ദേ ഇൻസിസ്റ്റ് ദാറ്റ് ലുക്ക് കൺവേർഷൻ തെറപ്പി ഇല്ലീഗലാണ്, അത് അൺഎത്തിക്കലാണെന്ന് പറഞ്ഞാൽ പോലും ദേ സെർച്ച് ഫോർ പീപ്പിൾ ഹു ഡസ് ഇറ്റ് ആൻഡ് ട്രൈ ടു ടേക്ക് ദം ടു സച്ച് പ്ലേസസ്. ഇറ്റ് മൈ ടേക്ക് ടൈം ഫോർ ദം. മനസ്സിലായില്ലേ? അത് അസിമുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയമെടുക്കും. പക്ഷേ ആ ഒരു പ്രോസസ്സ് വേണ്ടതാണ്. ലൈക്ക് പ്രോബ്ലി എഡ്യൂക്കേറ്റിംഗ് പേരൻസ് ഓൾസോ. കാരണം നമ്മുടെ സൊസൈറ്റി ഈസ് ലാർജ്ലി എ ഫാമിലി ഓറിയൻറ്റഡ് സൊസൈറ്റി. അൺലൈക്ക് വെസ്റ്റ് സ്റ്റിൽ വീട്ടുകാർ പറയുന്നത് ഈ പലപ്പോഴും ഡിസ്ക്ലോഷർ ലേറ്റ് ആവുന്ന പോലെ ഇപ്പോൾ കാതലിൽ പറയുന്നത് വളരെ കറക്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്ലോഷർ ലേറ്റ് ആവുന്നത് ഇത് കേട്ടാൽ ഇവരെങ്ങനെ കണക്കാക്കും എന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ് ലേറ്റ് ഡിസ്ക്ലോഷർ വരുന്നില്ല. ഡിസ്ക്ലോഷർ വന്നു കഴിഞ്ഞാലും ദർ ഇസ് ഓൾവേസ് എ പ്രഷർ ടു marry a person from the opposite gender, eventually causing chaos in the matrimony. Now that ഒരുപാട് ഇതിനെക്കുറിച്ചിട്ടുള്ള അവയർനെസ് ഒക്കെ വന്നതിന് ശേഷം at least people have started talking about it, probably making the parents aware and probably wriggling out of probably a heterosexual marriage. അത് ഉണ്ടാവുന്നുണ്ട്. കൺവേർഷൻ തെറപ്പി ഇല്ലീഗലാണെന്ന് പറഞ്ഞു, പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പേഷ്യന്റ് അല്ലെങ്കിൽ ആ ക്ലയന്റിന് ഉണ്ടാകുന്ന ഒരു കോൺസിക്വൻസ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി ഇപ്പം നമ്മളിപ്പോൾ ഹെട്രോസെക്ഷൽ ആണെങ്കിൽ നമ്മളെ കൺവേർട്ട് ചെയ്ത് ഹോമോസെക്ഷൽ ആക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പോയാൽ നമുക്കുണ്ടാകുന്ന ട്രോമ എന്താണ്? See, you are trying to probably correct a normal variant of sexuality and trying to convert him, which is surely not going to yield result. He is going to be the same person even after the therapy. Only thing is that the therapist, who makes this unethical thing, gains some money out of it. Huge money is being charged for these things, and they are happy, they are richer. That's all. Probably they would wait for the next client. ഇതാരും പുറത്ത് പറയില്ലല്ലോ. ഇതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഇപ്പം എന്നെ പിടിച്ചിട്ട് മഹിമയുടെ അടുത്ത് കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റ് വന്നിട്ട് മഹിമ ട്രീറ്റ് ചെയ്തിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാലും എൻ്റെ പേരൻസ് പറയുമോ മഹിമ ട്രീറ്റ് ചെയ്തിട്ട് അത് സക്സസ് ആയില്ല എന്ന്? ബിക്കോസ് ദാറ്റ് വുഡ് ഓട്ടോമാറ്റിക്കലി മീൻ ദാറ്റ്
I have a son who is a. My intention is to make me married to a woman somehow. അപ്പോൾ അതുകൊണ്ട് the therapist always have an advantage of not being pointed out because of the stigma and other things. So such people flourish. ഇഷ്ടംപോലെ കൺവർഷൻകാർ ഇപ്പോഴും കേരളത്തിൽ സർവൈവ് ചെയ്യുന്നുണ്ട്. ഈ വെസ്റ്റിൽ ഇതായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യം ഇതും പിന്നെ ജെൻഡർ ഇഷ്യൂസും ജെൻഡർ ഐഡന്റിറ്റി കൺഫ്യൂഷൻസും ചിൽഡ്രൻ വെസ്റ്റിലൊക്കെ ഈ കുട്ടികൾ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞ് കൗണ്ടർ ക്യാമ്പയിൻസ് നടക്കുന്നുണ്ട്. അങ്ങനെ ആക്ച്വലി ബ്രെയിൻ വാഷ് ആക്കി ചെയ്യാൻ പറ്റുന്നതാണ്? നോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അങ്ങനെയൊന്നും ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ജെൻഡർ ഐഡൻറ്റിറ്റി മാറ്റാനോ ഒന്നും പറ്റില്ല. ഒക്കെ വെറുതെ പറയുന്നതാണ്. പിന്നെ ഇതിലുള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം ഇതിൻ്റെ ആക്റ്റീവ് ഗ്രൂപ്പുകളോടൊക്കെ നമ്മൾ പേരൻസിനെ കൂടെ കോൺഫിഡൻസിൽ എടുക്കണം. എന്നിട്ട് അവരെയും കൂടെ അത് അപ്രൈസ് ചെയ്തിട്ട് ഇറ്റ്സ് എ സ്ലോ പ്രോസസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ സമ്മതിക്കില്ല. ബിക്കോസ് ദേ ആർ വെരി വെരി എന്താ പറയുക വെഹുമെൻറ്റ് ഫോർ ദെയർ കോസ്. പക്ഷേ നമുക്ക് സോഷ്യൽ റിയാലിറ്റീസും കൂടെ വെച്ചിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി സോ ദാറ്റ് ദേ അക്സെപ്റ്റ് ദിസ്. എന്നാൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഒരു 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 സോഷ്യൽ ഫാബ്രിക് ഉള്ളൊരു കമ്മ്യൂണിറ്റി ആവുകൊണ്ട് അങ്ങനെ ചെയ്താലാണ് ഒരു പക്ഷേ ഈ ക്ലയൻറ്റിനും സമാധാനം ഉണ്ടാവുള്ളൂ. കാരണം ഈ ഒരു ഓറിയൻറ്റേഷൻ ആസ്പെക്റ്റ് വെച്ചാലും ബാക്കിയുള്ള ബോണ്ടിങ്ങും അല്ലെങ്കിൽ ബാക്കിയുള്ള ലോയൽറ്റിയൊക്കെ സെയിം ആയിട്ട് നിൽക്കുന്ന കാരണം അവരും കൂടെ അക്സെപ്റ്റ് ചെയ്തിട്ട് ലെറ്റിംഗ് ദ പേഴ്സൺ ലിവ് ദ ലൈഫ് ദേ വോണ്ട് എന്നുള്ളൊരു പൊസിഷനിലേക്ക് എത്തുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, ദേ ആർ ഹാപ്പിയർ. അല്ലാണ്ട് തന്നെ അൺഹാപ്പിനെസ് ബ്രീഡിങ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അവരെ ഫേസ് ചെയ്യുന്നുണ്ട്. They are faced with lot of issues because of the orientation problem. അതൊരു മൈനോറിറ്റി ആവുന്നുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഫാമിലിയിൽ നിന്നെങ്കിലും ഒരു അക്സെപ്റ്റൻസ് കിട്ടുക എന്ന് പറയുന്നത് അതിന് സ്ട്രൈവ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ലൈക്ക് പറ്റിയില്ലെങ്കിൽ വേണ്ട, ഇറ്റ്സ് ഓക്കെ. ബട്ട് മൈ ഫീലിംഗ് ഇസ് ദാറ്റ് ദർ ഷുഡ് ബി ആൻ ഏർണസ്റ്റ് അറ്റംപ്റ്റ് ടു see if the family of origin probably understands and accepts and allow them to be part of that and probably let them live the life they want.